ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ ആശുപത്രി വിട്ടു. 6 ദിവസം പിന്നിടുമ്പോഴാണ് ഗുരുതരമായി പരുക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടൻ വീട്ടിലേക്ക് മടങ്ങുന്നത്. ഒരാഴ്ച പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആശുപത്രിയിലും വസതിയിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. 6 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് നടൻ വീട്ടിലേക്ക് മടങ്ങുന്നത്. അമ്മയും നടിയുമായ ഷർമിള ടാഗറിനോടൊപ്പമാണ് സെയ്ഫ് അലി ഖാൻ വീട്ടിലേക്ക് മടങ്ങിയത്. അണുബാധ ഒഴിവാക്കാൻ സന്ദർശകരെ അനുവദിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. ഒരാഴ്ച പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആശുപത്രിയിലും വസതിയിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ബാന്ദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാവാണ് പുലർച്ചെ 2:30 നടനെ കുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ താരത്തെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. 5 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയാണ് നടത്തിയത്. 2 മുറിവുകൾ ആഴത്തിലുള്ളതായിരുന്നു. ഭാര്യ കരീന കപൂർ, മകൾ സാറ അലി ഖാൻ എന്നിവർ ഉൾപ്പെടെ സെയ്ഫിന്റെ കുടുംബാംഗങ്ങൾ നടനോടൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്നു. സെയ്ഫ് അലി ഖാന്റെ മൊഴി പോലീസ് പിന്നീട് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മോഷണ ശ്രമത്തിനിടെ നടനെ കുത്തിയ പ്രതി ബംഗ്ലാദേശ് സ്വദേശിയാണ്. മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹസാദ് എന്നയാളാണ് പോലീസ് പിടിയിലായത്. വിജയ് ദാസ് എന്ന വ്യാജപേരിലാണ് ഇയാൾ മുംബൈയിൽ കഴിഞ്ഞിരുന്നത്. ഇയാളെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനായി സംഭവം നടന്ന വീട്ടിലെത്തിച്ചിരുന്നു. ഇയാളുടെ വിരലടയാളങ്ങളും രേഖപ്പെടുത്തി. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന്റെ ഇളയ മകനെ ബന്ദിയാക്കി പണം ആവശ്യപ്പെടാനായിരുന്നു പദ്ധതിയെന്ന് പ്രതിയുടെ കുറ്റസമ്മതം. സെയ്ഫിന്റെ വീടാണെന്ന് അറിയാമായിരുന്നുവെന്നും പരിസരത്ത് പലതവണ എത്തിയാണ് കവർച്ചയ്ക്ക് സാധ്യത തേടിയതെന്നും പ്രതി പോലീസിന് മൊഴി നൽകി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.